പണക്കാരനായി മാറുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാനസിക മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിൽ നല്ല എഫേർട്ട് കൊടുത്ത് ഇരിക്കുകയാണ് എന്ന് കരുതുക. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് മോശമാണ് എന്നുണ്ടെങ്കിൽ അത്രയും സമയം അതിനുവേണ്ടി ചിലവഴിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് വളരെ മോശം റിസൾട്ടാണ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അത് വാങ്ങില്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതേസമയം നിങ്ങൾ ഒരുപാട് സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്നുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് നല്ല റിസൾട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും അത് വാങ്ങും. നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുടെ യഥാർത്ഥ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ശമ്പളം മോഹിച്ച് ജോലി ചെയ്യാതെ റിസൾട്ടിന് വേണ്ടി ജോലി ചെയ്യുകയാണ് വേണ്ടത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർക്ക് നമുക്കിത്ര പണം മതി, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പണം മതി എന്ന രീതിയിലായിരിക്കും അവർ എപ്പോഴും ജോലി ചെയ്യുന്നത്. എന്നാൽ റിസൾട്ട് നോക്കി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകും. മില്ലേനിയേഴ്സ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ലൈഫിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിങ്ങളൊരു സാലറിക്ക് വേണ്ടി ജോലി ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ നല്ലൊരു ഇൻകമൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ റിസൾട്ടിന് വേണ്ടി ജോലി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഹെൽത്ത് കുറഞ്ഞാൽ അത് നമ്മുടെ വെൽത്ത് കുറയാനും കാരണമായി തീരും. ഒരാളുടെ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് എന്ന് പറയുന്നത് തന്നെ അയാളുടെ ഹെൽത്താണ് എന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നല്ലൊരു വെൽത്ത് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തും അതുപോലെ നിങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. നല്ല ഫുഡ് കഴിക്കുകയും പതിവായിട്ട് എക്സസൈസ് ചെയ്യുകയും ഒക്കെ വേണം. അതുപോലെ നന്നായി ഉറങ്ങുകയും നിങ്ങളുടെ എനർജി ലെവൽ നിലനിർത്തുകയും വേണം. ഹെൽത്ത് നമ്മൾ കൃത്യമായി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമെല്ലാം അങ്ങനെ നഷ്ടപ്പെടാനും അതിടയാക്കും. നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. അതുകൊണ്ട് ഹെൽത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമയത്തിന് നമ്മൾ നല്ല വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ചീപ്പായിട്ടുള്ള ഒരു സാധനം നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പോയി വാങ്ങും. അത് നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണെങ്കിലും നമ്മൾ സമയം മുടക്കി അത് ചിലപ്പോൾ പോയി വാങ്ങും. എവിടെയെങ്കിലും ഒരു സാധനം 50 രൂപ 100 രൂപയൊക്കെ കുറച്ച് കൊടുക്കുന്നു എന്നറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 1 മണിക്കൂറോളം സമയം സ്പെൻഡ് ചെയ്ത് അത് പോയി വാങ്ങും. അപ്പോൾ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആ 1 മണിക്കൂറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും 50 രൂപയോ 100 രൂപയോ ആണ്. എന്നാൽ മില്ലേനിയർ മൈൻഡ് സെറ്റോടെ ഉള്ളവർ ഇത്തരത്തിൽ ഒരിക്കലും ചിന്തിക്കില്ല. അവരുടെ 1 അവറിന് എത്രത്തോളം വാല്യൂ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വാല്യൂ കൊടുക്കും. മില്ലേനിയേഴ്സ് ആ 1 മണിക്കൂറിൽ എങ്ങനെ ഒരു 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത്. കടയിൽ പോയി സാധനം വാങ്ങി സമയം കളയുന്നതിന് പകരം അത് അവർ ഏതെങ്കിലും ഒരു ഡെലിവറി ആപ്പ് വഴി ഡെലിവറി ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻകം വളരെയധികം ഇൻക്രീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങളുടെ വിജയത്തിന് നിങ്ങളുടെ ഫാമിലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിന് നല്ല വിജയം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് പാർട്ണറും ആവശ്യമാണ്. പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം സക്സസ് ആണെങ്കിൽ പോലും ഫാമിലി ലൈഫിൽ വളരെയധികം പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം വളരെയധികം ദുസ്സഹമാക്കി മാറ്റും. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, പ്രൊഫഷണൽ ലൈഫിലെ വിജയം മാത്രമല്ല ഹെൽത്തും വെൽത്തും റിലേഷൻഷിപ്പും എല്ലാം നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് വളരെയധികം ആവശ്യമായ ഘടകങ്ങളാണ്. ഇത് മൂന്നും സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ജീവിതത്തിൽ നല്ലതും മോശവുമായ സമയത്ത് നിങ്ങളുടെ ലൈഫ് പാർട്ണറുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് നിങ്ങളെ മുന്നേറാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം. അതുകൊണ്ട് നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നതിന് ഹ്യൂമൻ നേച്ചറും ബിഹേവിയർ സൈക്കോളജിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പുരോഗതി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കാർ എടുത്ത് ലൈഫ് എന്ന് പറയുന്ന ഒരു ജീവിതയാത്രയിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റിൽ അതിൻ്റെ സ്റ്റിയറിംഗ് തീർച്ചയായിട്ടും നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ മാറ്റാൻ സാധിക്കുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കണം. അല്ലാതെ ഒരു പാസഞ്ചറിനെ പോലെ ഒരിക്കലും ചിന്തിക്കരുത്. വാഹനം നിങ്ങളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കൊള്ളും എന്ന് കരുതി അതിനൊത്ത് മുന്നോട്ട് പോകാൻ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ചിലർ പതിവായി ലോട്ടറി എടുത്തതിന് ശേഷം ഇതിലൂടെ ലോട്ടറി അടിച്ച് നമ്മൾ ഒരിക്കലും സമ്പന്നരായി മാറുമെന്ന് കരുതി ഒരു ലക്കിൽ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് പോകാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിച്ചിരിക്കരുത്. സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ലൈഫിനെ മാറ്റാൻ കഴിയും എന്ന് വേണം ചിന്തിക്കാൻ. ചിലർ നമ്മൾ പണക്കാരനാകുന്നതിന് ഒരുപാട് പണം ആവശ്യമാണ് എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നതെന്നാണ് അവരുടെ വിചാരം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് നേരെ തിരിച്ചാണ്. ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും, അതിനുശേഷമാണ് നമ്മൾ റിച്ച് ആകുന്നത്. കാരണം മനുഷ്യരായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഒരു നിശ്ചിത ചിലവുകൾ ഉണ്ടാകും. തുടക്കത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും, കുറച്ച് പണം ഉണ്ടാക്കും, ഡിസിപ്ലിനായിട്ടിരിക്കും, കുറേശ്ശെ പണമൊക്കെ ചേർത്ത് വെക്കും. ഒരു വർഷത്തിൽ നിങ്ങൾ ഒരു 3-4 ലക്ഷം രൂപയ്ക്കാണ് ചിലവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോൾ ഇതുപോലെ ഒരു എമൗണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പാസീവായിട്ട് സമ്പാദിക്കാൻ തുടങ്ങുന്നുവോ അപ്പോഴാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നത്. അങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും വാങ്ങാനും പണം ചിലവഴിക്കാനും ഒക്കെ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം വാങ്ങിക്കൊണ്ട് നല്ലൊരു റിച്ച് വ്യക്തിയായി മാറുന്നതിന് പകരം നിങ്ങൾ ആദ്യം ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുകയാണ് വേണ്ടത്.
കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സ്പെൻസ് എല്ലാം പാസീവ് ഇൻകം മൂലം വരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വെൽത്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ആദ്യം പറഞ്ഞതുപോലെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.